എപ്പോഴൊക്കെ അന്വേഷിച്ചു വേറൊരു പ്രത്യേക കാര്യമുണ്ട്. അതായത് ഞാൻ രക്ഷപ്പെട്ട എപ്പോഴാ അവള് ഓക്കെ പറഞ്ഞത്? എപ്പോഴാ നീ അവളെ കണ്ടത്? അല്ലേലും എനിക്കറിയാം കൂട്ടി കൊടുക്കുന്ന കാര്യത്തിൽ നീ ആളും എടുക്കണ. സാർ ഇത് എന്തൊക്കെയാ പറയുന്നത്? ഞാൻ പറഞ്ഞത് ഇപ്പൊ അല്ല, ഇന്നലെ ഞാനൊരു ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യമാണ്. എന്റെ പൊന്ന് സാറെ, തലനാരിടയ്ക്കാ രക്ഷപ്പെട്ടത്. അപ്പം മുതലൊരു ആഗ്രഹം, സാറിനെ കാണണമെന്ന്. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ഈ നാട്ടില് സ്വന്തം ബന്ധമൊക്കെ ആയിട്ട് സാറ് മാത്രമല്ലേ ഉള്ളൂ. വരട്ടെ. ഒരു വെടിക്ക് രണ്ട് പക്ഷിന്ന് നീ കേട്ടിട്ടുണ്ട്. അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്? അല്ല, മിക്കവാറും അതിവിടെ നടക്കും. എത്രയും പെട്ടെന്ന് എന്റെ കാര്യം ഓക്കെ ആക്കിയില്ലെങ്കിൽ നിന്നെയും കൊല്ലും, ആ ടീച്ചറെയും കൊല്ലും. റിട്ടയർ ആവാറായി. ഇനി ഞാൻ വല്ല ആശ്രമത്തിൽ പോയി തപസ് ചെയ്യൂട്ടോ. സത്യശീലാനന്ദ സ്വാമി. എന്താണ് കാന്റീൻ ജീവനക്കാരൻ ക്ലാസ് റൂമിൽ കിടന്നൊരു ചുറ്റിക്കളി? പുതിയ വല്ല പദ്ധതിയാണോ? അതെ, ഈ വല്ലാർപാടം വിഴിഞ്ഞം പദ്ധതി എന്ന് കേട്ടിട്ടുണ്ടോ? അതിനുള്ള പ്ലോട്ട് ഉണ്ടോ നോക്കുമായിരുന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ തനിക്ക് കുഴപ്പം പിടിച്ചൊരു ന്യൂസ് ഉണ്ട്. യൂണിവേഴ്സിറ്റിക്കാർ എക്സാം ഡേറ്റ് ഡിക്ലെയർ ചെയ്തു. ഞെട്ടിയോ? ഇല്ലല്ലേ? അതിന് ഞെട്ടാനായിട്ട് എന്തെങ്കിലും മനസ്സിലായിട്ട് വേണ്ടേ? എന്നാൽ ഞെട്ടാനായിട്ട് ഞാനൊരു കാര്യം പറയാം. സാധാരണ രീതിയിൽ എക്സാം ഡേറ്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് ഉണ്ടാവില്ല, സ്റ്റഡി ലീവ് ആയിരിക്കും. പക്ഷെ അതിനു മുൻപ് കോളേജ് യൂണിയൻ ഒരു ചെറിയ പരിപാടി അറേഞ്ച് ചെയ്യും. ഇയർ എൻഡിങ് ഫംഗ്ഷൻ. ഇത്തവണത്തെ ഫംഗ്ഷന് ചെറിയൊരു കൂടുതൽ വിശേഷമൊക്കെ പിന്നെ. ഞാൻ എന്തായാലും ഈ വിവരം പെട്ടെന്നൊന്ന് റോയി അറിയിക്കട്ടെ. അവൻ ഇത് കേട്ട് കഴിഞ്ഞാൽ ഒടുക്കത്തെ സന്തോഷമായിരിക്കും. താങ്ക്സ്. എങ്ങനെ എഴുത്തുകുത്തും പുസ്തക വിൽപ്പനയൊക്കെ പഴയ പോലെ തന്നെ ഉണ്ടോ? തൽക്കാലത്തേക്ക് ഞാൻ അതൊക്കെ ഒന്ന് മാറ്റിവെച്ചു. വേറൊരു ജോലി ശരിയായി. അറിഞ്ഞു, കോളേജ് ക്യാൻറ്റീനിലല്ലേ? നന്നായി. ഈ പ്രായത്തിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് 10 കാശ് ഉണ്ടാക്കി വെക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ വയസ്സുകാലത്ത് മക്കളെ ആശ്രയിക്കേണ്ടി വരും. അച്ഛൻ തുടങ്ങി പദം പറിച്ചില്. കണ്ണേട്ടനായിരിക്കും 2 ദിവസമായി വിളിച്ചിട്ട്. ഹലോ, ശ്യാമള ടീച്ചറായിരുന്നോ? കണ്ണനല്ല, അവനവിടെ വലിയ തിരക്കിലായിരിക്കും. താൻ കേട്ടിരിക്കുന്നോ ഈ കണ്ണനെ കുറിച്ച്? ഗൗരി കുറച്ചൊക്കെ പറഞ്ഞിരുന്നു. ആയ കാലത്തെ ചോരത്തിളപ്പിൽ സ്നേഹബന്ധത്തെ കുറിച്ചൊന്നും ആലോചിച്ചില്ല. എല്ലാം മനസ്സിലായി വന്നപ്പോ തനിക്ക് താനും പെരയ്ക്കു തൂണുന്നുള്ള അവസ്ഥയിലുമായി. അച്ഛനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ, ഇങ്ങനെ വിഷമിക്കാൻ മാത്രമുള്ള കാര്യമൊന്നും അച്ഛൻ ചെയ്തിട്ടില്ലെന്ന്. എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇപ്പതേ കണ്ണേട്ടൻ അപ്പച്ചയും കൂട്ടി ഇങ്ങോട്ട് വരാന്നും പറഞ്ഞിരിക്കാം. പിന്നെന്താ? അത് തന്നെ, അച്ഛനിപ്പോ സന്തോഷിക്കല്ലേ വേണ്ടത്. അവരൊക്കെ ഇങ്ങോട്ട് എത്തുകയല്ലേ. അതേ ഉള്ളൊരു സമാധാനം. ഞാനെന്നാ ആയിക്കോട്ടെ. ഇന്നിനിപ്പോ സംസാരിക്കാനുള്ള ഒരു ശരി, വല്ലപ്പോഴും ഇതുവഴി ഇറങ്ങണം. കണ്ണേട്ടൻ എന്തെങ്കിലും ജോലി തിരക്കുണ്ടെങ്കിൽ അപ്പച്ചിയെ ഇങ്ങോട്ട് അയക്കാൻ പറയാൻ പാടില്ലായിരുന്നോ തനിക്ക്? ഇത് നല്ല കഥ. ഞാൻ ഇതുവരെ ഒരു കുറി ഫോണിലൂടെ പോലും സംസാരിച്ചിട്ടില്ല അപ്പച്ചിയോട്. ഞാൻ പറഞ്ഞിട്ടില്ലേ വിനയനോട് കണ്ണേട്ടനെ കുറിച്ച്? ഒരു പ്രത്യേക ടൈപ്പാ. നേരിട്ട് സംസാരിക്കുന്നതാണത്ര അതിന്റെ ഒരു ത്രില്ല്. തിരിച്ചു കോണ്ടാക്ട് ചെയ്യാൻ ഒരു നമ്പർ കൂടി തന്നിട്ടില്ല. വരും, കണ്ണൻ ഉടനെ വരും. താൻ നോക്കിക്കോ. വരട്ടെ. നീ എന്താ അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്? അല്ല, ഞാൻ ആലോചിക്കായിരുന്നു ഞാൻ എന്ത് മണ്ടനാണ്. അത് നിനക്ക് ഇപ്പോഴാണേ മനസ്സിലായേ? മിണ്ടായിരിക്കണം. നീ പറ. നമുക്ക് ഈ ചലഞ്ചും പ്രേമോക്കിങ് അവസാനിപ്പിച്ചാലോ? ഇപ്പോഴാണ് ഈ കുഴപ്പമില്ല. തമാശ കളിച്ചു കൊടുക്കാം. എന്റെ മനസ്സ് പറയുന്നു നമുക്കിതങ്ങ് നിർത്താം. നീ എന്താ ഈ പറയുന്നേ? ഇങ്ങനെ ഡസ്പാകാന് മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഡാ, ഈ പ്ലേയും കാര്യങ്ങളും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടണമെന്നില്ലെന്ന് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അറിയാം. പിന്നെ ഒരു പരീക്ഷണം ഒത്തോ അത്ര തന്നെ. വേണ്ട, അങ്ങനെ ഒരു പരീക്ഷണം ഇനി വേണ്ട. ഒരുമാതിരി എന്തെങ്കിലും ഉണ്ടായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ ഓക്കെ. ഇത് വെറുതെ അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കാനാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ശരിയാ, എനിക്ക് അവളെ ഇഷ്ടമാ. പക്ഷെ നിങ്ങൾ എന്നെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. എന്റെ ഇഷ്ടം അവളോട് പറയാൻ ശ്രമിച്ചപ്പോ അവൾക്ക് വേറൊരാളോട് ഇഷ്ടമുണ്ടെന്ന് അറിയാം. അതും
അതും എന്നെ സഹായിക്കാൻ ശ്രമിച്ച നിന്നോട് തന്നെ. എന്നിട്ടും അതൊരു വാശിപ്പുറത്തുള്ള പറച്ചിൽ മാത്രമാണെന്ന് കരുതിയത്. പക്ഷെ ഇപ്പൊ ഒരു സംശയം, നിനക്ക് അവളെ ഇഷ്ടമല്ലേ? നീ തന്നെ മുമ്പ് ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ നിനക്കൊരാളെ ഇഷ്ടമാണെന്ന്? എന്നോടുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് എന്റെ ഇഷ്ടം മനസ്സിലാക്കി നീ അവളോടുള്ള ഇഷ്ടം വേണ്ടെന്ന് വെക്കല്ലേ? എന്റെ പൊന്നു റോയ്, നീ ഇങ്ങനെ ഒന്നും ചിന്തിച്ചു കൂട്ടല്ലേ. എനിക്ക് ഒരാളെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞത് സത്യം തന്നെയാ. പക്ഷെ അത് എബിനല്ല, അതൊരു കഥയാ. അത് ഞാൻ വഴിയാ പറയാം. പക്ഷെ അതിനു മുമ്പ് നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. നമ്മൾ ഏതായാലും നമ്മുടെ ഈ ശ്രമം പകുതിക്ക് വെച്ച് നിർത്തുന്നില്ല. അവൾക്ക് ഈ പറയുന്ന പോലെ എന്നോട് ഇഷ്ടമൊന്നുമില്ല. അത് നീ പറഞ്ഞ പോലെ ഒരു വാശിപ്പുറത്തുള്ള പ്രകടനം തന്നെയാ. ഒരു കുരുക്ക്. ആദ്യം ആ കുരുക്കഴിക്കണം. അതിനുള്ള വഴിയാണ് ഇനി കണ്ടെത്തേണ്ടത്. തല്ല് കിട്ടിയപ്പോ ഓക്കെ ആയി. മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. മനസ്സിലാക്കാൻ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. തൂലിക സൗഹൃദത്തിൽ താല്പര്യമുണ്ടെന്ന് കാണിച്ച് നീളമുള്ളൊരു ലോങ് കവറിൽ എഴുതിയിരുന്നില്ലേ? അവന്മാര് പറഞ്ഞിരുന്നു. പക്ഷേ ശ്രേയല്ല, പി ശ്രേയ. ശ്രേയ എന്നത് എന്റെ തൂലിക നാമമാണ്. മൈ ഫുൾ നെയിം ഈസ് പി ശ്രേയംസ് കുമാർ MMLPS. ഈ MMLPS വല്ല ഡിഗ്രിയാ? അല്ല, മൂത്തകുന്നം മഹാത്മാ LPSലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. നിന്റെ അച്ഛൻ അല്ലേ? നിങ്ങൾക്ക് ആളെ മനസ്സിലായില്ലാന്ന് തോന്നുന്നു. കണ്ടിട്ട് നീയായിട്ട് നല്ല മുഖച്ചായുണ്ട്. നിന്റെ ചേട്ടനായിരിക്കുമല്ലേ? ഒരൊറ്റ കേറ്റു വെച്ചാണ്ടല്ലോ. ഞാൻ അന്നേ പറഞ്ഞത് ആ ഉടായിപ്പായിരിക്കും കേട്ടില്ല. എന്നിട്ട് ഇപ്പൊ അനുഭവിക്കേണ്ടി വന്ന ഞാനല്ലേ? നീയൊക്കെ കൂടെ തൂലികാ സൗഹൃദത്തിന് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞൊരു ചരക്കിന് കത്തെഴുതിയില്ലേ? ആ ചരക്കാണ് ഈ നിൽക്കുന്ന ചരക്ക്. അപ്പൊ അതാണ് കാര്യം. എന്റെ തൂലികാ നാമം കേട്ട് പെണ്ണാണെന്ന് തെറ്റിദ്ധരിച്ചാൽ നീയൊക്കെ കൂടി എനിക്ക് കത്തെഴുതിയത്. സാരമില്ല, വന്നൊരു പെണ്ണായിരുന്നെങ്കിൽ നീയൊക്കെ എങ്ങനെ പെരുമാറുന്നുവോ ആ രീതിയിൽ എന്നോട് പെരുമാറിക്കോ. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന്. അല്ലെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഈസ് എ ബേസിക് ഫ്ലോർ ഓഫ് ദി ഫ്രണ്ട്ഷിപ്പ് എന്നാണല്ലോ രാഘവ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. എന്റെ അച്ഛൻ, മൈ ഗ്രാൻഡ് ഫാദർ. എനിവേ, ബാത്റൂം മനസ്സിലായില്ലേ? ബാത്റൂമിലേക്കുള്ള വഴി. ആദ്യം എന്റെ ഉള്ളിൽ ഭാരം ഒന്ന് ഇറക്കി വെക്കട്ടെ, എന്നിട്ട് അവൻ ചർച്ച ചെയ്യാൻ പറ്റും. ആ കോറിഡോർ കൂടെ സ്ട്രേറ്റ് വിട്ടോ. ഓഹോ, ചേട്ടന്മാര് വല്ലതും അറിഞ്ഞായിരുന്നോ? ഇയർ എൻഡിങ് ഫംഗ്ഷന്റെ ഡേറ്റ് തീരുമാനിച്ചു, അടുത്ത ശനിയാഴ്ച. ഇങ്ങനെ വട്ടം കൂടി ആലോചിച്ച് സമയം കളയാതെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ നോക്കോ. കേട്ടല്ലോ, ശനിയാഴ്ച ഫംഗ്ഷൻ, ഇന്ന് തിങ്കളാഴ്ച. അപ്പൊ ഇനി ഫംഗ്ഷന് വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം. അതിനിടയ്ക്ക് ഈ തൂലികാ ചരക്ക് കൂടെ ഉണ്ടെങ്കിൽ കുരുക്കൊന്നുകൂടെ മുറുകത്തേ ഉള്ളൂ. ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം.
ചേട്ടൻ വലിയ തമാശക്കാരനാണല്ലോ. ആണല്ലേ? താങ്ക് യു. വിനയേട്ടന്റെ കൂട്ടുകാരനല്ലേ? വെറും കൂട്ടുകാരൻ മാത്രമല്ല, അവന്റെ എല്ലാം ഞാൻ തന്നെയാണ്. ഓ അതെയോ? നാട്ടിലെവിടെ വീടെന്ന് പറഞ്ഞേ? അതിന് ഞാൻ നാട് പറഞ്ഞില്ലല്ലോ. ഇല്ല, പക്ഷെ വിനയേട്ടൻ പറഞ്ഞിരുന്നു. എവിടെയാ വീട്? അത് അംബേദ്കർ വായനശാല തൊട്ട് വടക്കുവശം. അംബേദ്കർ വായനശാലയോ? അതെവിടെയാ? രാമൻകുളങ്ങര അമ്പലത്തിന് തൊട്ട് പടിഞ്ഞാറ് വശത്ത്. മനസ്സിലായില്ല? മറ്റത്തിന് ഭാഗം UP സ്കൂളിന്റെ കിഴക്ക് വശത്ത്. അതിരിക്കട്ടെ, ഇതൊക്കെ ചോദിക്കാൻ കൊച്ചവന്റെ ആരാ? അത് പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ വിനയേട്ടന്റെ എല്ലാം തന്നെയാ ഞാനും. ആയിട്ടില്ല, പക്ഷെ ഉടനെ ആകും. മനസ്സിലായി കൊച്ചക്കള്ളി. അല്ല, ചേട്ടൻ സ്ഥലം പറഞ്ഞില്ല. അത് പിന്നെ താൻ അവിടെ വർത്താനം പറഞ്ഞോണ്ട് വന്നേ. പിന്നെ വരാം. എന്നാലും കുറച്ച് പൈസ എന്ന് എന്നെ പറഞ്ഞുവിടാ. ഇക്കാലത്ത് ഫ്രണ്ട്ഷിപ്പിനൊക്കെ ഇത്ര വില ഉള്ള എത്രയുണ്ട്? 1000 ഉണ്ട്. ഒരു 1000 ഇട്. 1000 രൂപ ഇവിടെ തിരുവനന്തപുരം വരെ നടന്നു പോകും. ടാക്സി ചാർജാ. സന്തോഷം. ഇനി ആർക്കെങ്കിലും തൂലിക സൗകര്യം താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ അഡ്രസ് കൊടുത്താൽ മതി. സ്റ്റോപ്പ്. എന്താ ഒരു ലിഫ്റ്റ് എന്ന വലിയ ഉപകാരമായി. അപ്പൊ മക്കളെ, എല്ലാം പറഞ്ഞ പോലെ ചേട്ടന് സമയം കിട്ടുമ്പോ ഇതുപോലെ ഓസ് പറ്റി ഇങ്ങോട്ട് ഒത്തു കിട്ടിയാ നമുക്ക് കാണാം. വണ്ടി പോട്ടെ. തെക്കോട്ട് നിങ്ങൾ എവിടം വരെ ഉണ്ട്? എന്താ? അല്ല, എനിക്ക് പോകേണ്ടത് തിരുവനന്തപുരം വരെയാണ്. അയ്യോ, തിരുവനന്തപുരത്തോ? തിരുവനന്തപുരത്തൊക്കെ നല്ല പരിചയമായിരിക്കുമല്ലോ. ആണോന്നോ? അവിടെ അറിയാത്ത സ്ഥലമില്ല, പരിചയമില്ലാത്ത കുടുംബക്കാരുമില്ല. അവിടെ നിങ്ങളുടെ പരിചയത്തിൽ കൊള്ളാവുന്ന നസ്രാണി പയ്യന്മാരാരെങ്കിലും ഉണ്ടോ? വേറൊന്നുമല്ല, ഒരു മലങ്കോൾ ഒത്തു വന്നിട്ടുണ്ട്. കോട്ടയത്തെ ഒരു വലിയ തറവാട്ടിലെ സുന്ദരി പെൺകുട്ടിക്ക് ഒരു പയ്യനെ കണ്ടുപിടിക്കണം. അവർക്കാണെങ്കിൽ പയ്യൻ തലസ്ഥാന നഗരിയിലുള്ളവനാണെങ്കിൽ നന്നായിരിക്കും എന്നൊരു അഭിപ്രായമുണ്ട്. എനിക്കാണെങ്കിൽ തലസ്ഥാനമായിട്ട് ഒരു ബന്ധവും ഇല്ല. അതുകൊണ്ട് ചോദിച്ചതാ. പയ്യന്മാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ഞാനങ്ങനെ സെലക്ട് ചെയ്യും. അതെന്നാ? ഞാൻ ഈ കുട്ടിയെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. ഫോട്ടോ കണ്ടാ മതിയോ? ധാരാളം. അല്ല, അവർക്ക് അത്ര വലിയ ധൃതിയൊന്നുമില്ല. എന്നാലും ഞാൻ എന്റെ പണി തുടങ്ങി വെക്കുന്നു എന്ന് മാത്രം. ഇത് നമ്മുടെ എല്ലാമല്ലേ?